ഹായ് എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതൊരു ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. എല്ലായിടത്തും ഓണം സെലിബ്രേഷൻസൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായി പോകുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങുകയാണ്. കാരണം 7 മണിക്ക് ഞങ്ങൾക്ക് പുറപ്പെടണം. ഞാനും അഞ്ജലി, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളെ വഴിയെ നിങ്ങൾക്ക് വ്ളോഗിൽ കാണാൻ പറ്റും. ഞങ്ങൾ ഒരുമിച്ച് കാറിന് പോകാമെന്ന് വിചാരിക്കണതെന്ന്. ഇത് ഞാൻ സെറ്റ് സാരി ഇന്നലെ വാങ്ങിയതാണ്. പോയിട്ട് കുത്താമ്പുള്ളിയുടെ ഒരു കട തൃശ്ശൂരിൽ നിന്നുണ്ട്, അവിടെ പോയിട്ട്. എനിക്ക് പൊതുവെ സെറ്റ് മുണ്ട് ഇഷ്ടമല്ല. ഞാൻ പൊതുവെ നല്ല മെലിഞ്ഞിട്ടായതുകൊണ്ട് എനിക്ക് സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സെറ്റ് സാരിയാണ് പ്രിഫർ ചെയ്യാറ്. അങ്ങനെ വേഗം റെഡിയായി. അപ്പോൾ ഞാൻ പാദസരം ഒരു വെച്ചിരിക്കുകയായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ എന്നാൽ സെറ്റ് സാരിയെ കൊടുക്കില്ല, അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. ബൈ ദ ബൈ. ഇതെൻ്റെ പുതിയ ഫോൺ കവറാണ്. അതിൻ്റെ ഒരു ഷോർട്സ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പണ്ടത്തെ കാസറ്റിൻ്റെ മോഡലിൽ ഇഷ്ടമായോ? ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പണ്ടത്തെ നമ്മളുടെ 90s കിഡിനും 80s ആൾക്കാർക്കൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാസറ്റിൻ്റെ പ്രിൻറ്റിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചാണ്. അതിൽ കണ്ടോ, അതിൻ്റെ പേരുണ്ട്, തിരിഞ്ഞ കിടക്കണേ മൂണി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വെച്ചിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. യെല്ലോ, വേറെ വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി. ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ളതുണ്ട്. കാസറ്റ്സ് തന്നെ പണ്ടത്തെ മോഡല്. നിങ്ങൾക്ക് കാസറ്റ്സിനെ പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫുള്ള് റെഡിയായി. ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. നാളെയാണ് യൂണിവേഴ്സിറ്റിയിലെ ഫുള്ളായിട്ടുള്ള ഓണം സെലിബ്രേഷൻ. സാരി ഇതെന്തോ അനുശ്രീ മോഡൽ എന്നോ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ കുത്താമ്പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചിമാരിങ്ങനെ നിർബന്ധിച്ചെടുപ്പിച്ചതാണ്. ഞാൻ ആക്ച്വലി ബ്ലൗസ് തയ്ച്ചതിന് ശേഷമാണ്, ഈ ബ്ലൗസ് ആയിട്ടാണ് ഞാൻ സാരി എടുക്കാൻ പോയത്. അതെങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ഇക്കത്തിൻ്റെ ബ്ലൗസാണ്. ഇക്കത്തിൻ്റെ ഡിസൈൻ വരുന്ന നമ്മൾ തൃശ്ശൂരിൽ തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ബ്ലൗസായിട്ട് സാരി എടുക്കാൻ പോയപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടൊരു സാരി കിട്ടി. അങ്ങനെ ഇന്നലെ വാങ്ങിയതാണ്. ഇതിന് വലിയ പൈസയൊന്നുമില്ല കേട്ടോ ഈ സാരിക്ക്. ആക്ച്വലി ഈ സാരിനേലും കോസ്റ്റ് ബ്ലൗസിനാണ്. ബ്ലൗസിന് വെച്ച് നോക്കുമ്പോൾ സാരി 550 രൂപയുള്ളൂ സാരിക്ക്. കോട്ടണിലാണ്, ടിഷ്യൂ ഒന്നുമല്ല. അനുശ്രീ മോഡൽ എന്നെന്തോണ് പറഞ്ഞിട്ട് അവർ ഇത് കൊടുക്കണ്ടായിരുന്നത്. കുറേ പേര് ഇതൊക്കെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ ഇത് ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിനെ നിർബന്ധിച്ച് എടുപ്പിച്ചു. എടുത്തോ ഇതെടുത്തോ മോളെ, ഇതിപ്പോൾ തീരുട്ടോ, ഇതെല്ലാം അന്വേഷിച്ച് നടക്കുകയാണ്, മോളുടെ ഭാഗ്യത്തിന് അത് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് എടുത്തു. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ബ്ലൗസിന് മാച്ച് ആയതുകൊണ്ട് എടുത്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് ഞാനും അഞ്ജലിയും കൂടി കാറിനാണ് പോകുന്നത്. നമ്മളിന്ന് സാരിയും ഇതൊക്കെ ആയതുകൊണ്ട് കാറിന് പോകുന്നു ചോദിച്ചു. അഞ്ജലി കാർ എടുക്കുന്നുണ്ട്. അപ്പം അഞ്ജലി അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് റെഡി ആയിട്ട് വേഗം റോഡിൽ പോയി നിൽക്കണം. ഓക്കെ ദെൻ ബൈ ബൈ. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ചെന്നിട്ട് കാണാം. കാണില്ല, കുറെ നേരമായി വന്നിട്ട്. ഇന്ന് അത്തമാണ് അഞ്ജലി. ഹാപ്പി അത്തം. വീഡിയോ എടുക്കാൻ തുടങ്ങാൻ പറഞ്ഞപ്പോ തൊട്ട് അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല ഗൈസ്. തുടങ്ങി. ഇന്ന് അത്തായിട്ട് 2 സുന്ദരികളായ പെൺകുട്ടികൾ അതന്നെ ഉദ്ദേശിച്ചേ. കാരണം എന്താ, എനിക്ക് അഞ്ജലി സുന്ദരി അല്ലാന്ന് പറയുമ്പോ എനിക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് അറിഞ്ഞൂടെ സുന്ദരിയാന്ന്. ഗൈസ്, ഇത് അഞ്ജലിയാണ്. അഞ്ജലിനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോയില്. അഞ്ജലി എന്റെ കൂടെ കലാമണ്ഡലം തൊട്ട് പഠിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പഠിക്കല്ല. ഇല്ല. ഞങ്ങളപ്പോ കലാമണ്ഡലത്തിൽ തൊട്ട് ഒരുമിച്ച് പഠിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. അഞ്ജലി
ഇതിലും വലിയ ഭാഗ്യം. അതും എന്റെ കൂടെയൊക്കെ അഞ്ജലിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാന്ന് പറഞ്ഞാൽ. അതെ, ഞാനും ചോദിച്ചു മേടിച്ചതാ ശ്രുതി ഇവിടെ വർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കും കൊതി. ഞാനും പറയും എനിക്കും ശ്രുതിയുടെ ഒപ്പം വർക്ക് ചെയ്യണം. അങ്ങനെ കഷ്ടപ്പെട്ട ഇന്റർവ്യൂവിന് ഞാൻ വർക്ക് ചെയ്തതാ. എന്നാലും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ എന്റെ അച്ഛനോടല്ല HOD-നോട് ഞാൻ പറഞ്ഞു ശ്രുതിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ദയവായത് ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. ശ്രുതിയുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അത്തത്തിന്റെ പൂക്കളം നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആവുന്നത് നമ്മുടെ തൃശ്ശൂര്. പുറത്ത് എവിടെ നോക്കിയാലും ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും പരക്കം പായുന്നത് കാണാൻ പറ്റും കേട്ടോ. എല്ലായിടത്തും ആൺകുട്ടികളാണെങ്കിൽ മുണ്ടൊക്കെ എടുത്തിട്ടും പെണ്ണുങ്ങളാണെങ്കിൽ നിറയെ ഭംഗിയുള്ള സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും പാവാട ബ്ലൗസ് ധാവണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഫുള്ളൊരു കളർഫുൾ മഴയാണ് പുറത്തിറങ്ങിയാൽ തന്നെ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ കുറേ സുന്ദരികളും സുന്ദരന്മാരൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. യെസ് എന്റെ ന്യൂ കവറാണ് ഫോണിന്റെ. എങ്ങനെയുണ്ട്? ഞാൻ രാവിലെ കാണിച്ചിരുന്നു ഇവരെയൊക്കെ. ഹായ് പറയൂ. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇവരെയൊക്കെ വ്ളോഗിൽ കാണിക്കുന്നത്. ഇവരെന്ന് ഉദ്ദേശിച്ചത് ഇത് ചേച്ചിമാരുടെ ഭർത്താക്കന്മാരാണ് കേട്ടോ. ഈ നയന ചേച്ചിനെയും വർഷ ചേച്ചിനെയും മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. നയന ചേച്ചിയുടെ ഹസ്ബൻഡാണ് ആ മുണ്ടെടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത്, മനുവേട്ടൻ. വർഷ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ആ ജീൻസ് ഇട്ട് നിൽക്കുന്നത്, ടീഷർട്ട് ഇട്ട് നിൽക്കുന്നത് ശ്രാവൺ ചേട്ടൻ. അവർ രണ്ടുപേരും ചേച്ചിമാരാക്കാൻ വേണ്ടി വന്നതാണ്. നീ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്, മാൾട്ടയിലാണ്. അങ്ങനെ ഞങ്ങളിതേ കൂത്തമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ്റെ നെയിമാണ് തിമൃതം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമായിരുന്നു. ആദ്യം തന്നെ കുട്ടികളെ എല്ലാവരെയും ഒരു 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫുള്ള് പ്രോഗ്രാംസ് നടത്തിയത് കേട്ടോ. ആ 2 ടീമും അവർ തന്നെ പേരിടുകയും ചെയ്യുന്നുണ്ട്. ഒരു ടീമിന്റെ പേര് പാൽപ്പായസം, മറ്റൊരു ടീമിന്റെ പേര് അവിയൽ. അങ്ങനെ ഞങ്ങൾ 2 പേരെന്നെയും നയന ചേച്ചിനെയും ജഡ്ജസായിട്ട് അവരവിടെ കൊണ്ടിരുത്തി. ഒന്നുമില്ല, കുറേ ഫൺ ഗെയിംസ് ഒക്കെ ആയിരുന്നു. ഡാൻസും സ്പോർട്ട് കൊറിയോഗ്രഫി, തിരുവാതിര സ്പോർട്ട് കൊറിയോഗ്രഫി തന്നെ, സോളോ ഡാൻസും അതുപോലെ ഡ്യുവറ്റ് പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് പൂവേ പൊന്നാരപ്പൂവേ പൊന്നാവ
അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെക്കേഷനിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് കുറേ പേര് അതിൻ്റെ പിന്നാലെ പോയി. പിന്നെ ഫുഡ് കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ചിട്ട് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു നന്നായി ഡാൻസൊക്കെ കളിച്ച് തകർത്തു. പൂവേ പൊന്നാരപ്പൂവേ പൊന്നാവണിയാ